എല്ലാവർക്കും ട്രാവൽ വൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ തീം പാർക്ക് എവിടെയാണെന്ന് അറിയാമോ? അത് ഓസ്ട്രേലിയയിലും UK-യിലും അമേരിക്കയിലൊന്നും അല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ അങ്ങ് കാശ്മീരി ഹിമാചലും ഒന്നും പോകേണ്ട കാര്യമില്ല, നമ്മുടെ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ തീം പാർക്കായ മാംഗോ മെഡോസിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അകലെ ആയാങ്കുടി എന്ന സ്ഥലത്താണ് മാംഗോ മെഡോസ്. സ്വന്തം വണ്ടിയിലൊക്കെ വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ എൻട്രി ഗേറ്റിന് ഇടത് സൈഡിലായിട്ട് കുഴപ്പമില്ലാത്തൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഒക്കെ മാംഗോ മെഡോസിലുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഇലയുടെ സെറ്റപ്പ് ഒക്കെ കൊടുത്ത് ഐ ലവ് മാംഗോ മെഡോസ് എന്നൊക്കെ എഴുതിയ ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇവിടെ നിന്നുള്ള ഒത്തിരി ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കാണ്. ഈ സെൽഫി പോയിന്റ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും. വീക്കെൻഡിൽ 400 രൂപയും ഇട ദിവസങ്ങളിൽ 350 രൂപയുമാണ് മാംഗോ മെഡോസിലെ എൻട്രി ചാർജ്. രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രമാണ് സന്ദർശന സമയം. പാർക്കിന്റെ നിയമങ്ങളൊക്കെ ഇവിടെ ഈ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് എൻട്രി ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ വലത് സൈഡിൽ ഒരു ചങ്ങാതി ഇരിപ്പുണ്ട്. പുള്ളിയുടെ കയ്യിൽ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഒരാൾ ചെന്നാൽ പോലും ഗൈഡിനെ നമുക്ക് വേണ്ടി തരും. അത്യാവശ്യം ചുറ്റി നടന്ന് കാണാൻ തന്നെയുണ്ട്. ഇനി നടക്കാൻ പാടുള്ളവരൊക്കെ ആണെങ്കിൽ ലണ്ടൻ ഡക്കർ ബസ്സുകളും റിക്ഷാകളും ഇലക്ട്രിക് ട്രെയിനുകളും ഒക്കെ ഇവിടെയുണ്ട്. ഇതിൽ കയറി പാർക്ക് ചുറ്റിക്കറങ്ങി വരാവുന്നതാണ്. എന്നാൽ പാർക്കിലെ ഓരോ ആക്ടിവിറ്റികളും കാഴ്ചകളും ഒക്കെ ആസ്വദിക്കണമെങ്കിൽ നടന്ന് തന്നെ കാണുന്നതാണ് നല്ലത്. ഇതിൽ കയറി കാണാൻ പോയവരും വീണ്ടും തിരിച്ച് ഇവിടെ എത്തി നടന്നു പോകുന്നത് കണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതിലൊക്കെ കയറുന്നതിന് എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടതായിട്ടും വരും. പാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലായി ഒരു 12D സിനിമ എക്സ്പീരിയൻസും ഉണ്ട്. എന്നാൽ ഇതും പെയ്ഡ് റേറ്റ് ആണ്. ഈ പാർക്കിന്റെ ഫ്രണ്ടിൽ തന്നെ കൊച്ചുകുട്ടികളെ ആകർഷിക്കുന്നതിനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല, എന്നാലും ചെറിയ കുട്ടികൾക്ക് കുറച്ച് സമയം ഫണ്ണടിക്കാനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ എൻട്രി ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ പാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇതിനോട് ചേർന്ന് തന്നെ പെൻഡുലൻ റൈഡും ലിഫ്റ്റ് റൈഡും വുഡി റൈഡും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ മുതിർന്നവർക്കും അടിച്ച് പൊളിക്കാവുന്നതാണ്. ട്രംബോളിനും ഷൂട്ടിംഗ് ആർച്ചറിയും ഒക്കെ മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ മറ്റ് പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് ആക്ടിവിറ്റികളാണ്. ഇതെല്ലാം നമ്മുടെ എൻട്രി ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്യു ആണ് മാംഗോ മെഡോസിലെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഗംഭീര കാഴ്ചയാണിത്. ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സസ്യങ്ങളുടെ ഒരു ഗാർഡൻ ഇതിനോട് ചേർന്ന് തന്നെയുണ്ട്. മതത്തോടും ബൈബിളിനോടും ഒന്നും വലിയ താല്പര്യമില്ലാത്ത നിരീശ്വരവാദികളാണെങ്കിൽ പോലും ഈ ബൈബിൾ സ്റ്റാച്യു ഒന്ന് വിസിറ്റ് ചെയ്തൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയ്ക്ക് ഭംഗിയാണ് ഇതിന്. നമ്മുടെ എക്സ്പീരിയൻസിനൊക്കെ ഒരു നൊസ്റ്റാൾജിക് വൈബ് നൽകാനായിട്ട് ഒരു ഗ്രാമീണ ചായക്കടയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൽക്കരിയൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സമാവർ ആയതുകൊണ്ട് തന്നെ ചായക്ക് 15 രൂപയാണ് ഈ തീമാറ്റിക് ചായക്കട ഈടാക്കുന്നത്. പക്ഷേ നല്ല ചായയാണ്. ഇവിടെ എത്തിയാൽ ഈ ചായക്കടയിലെ ചായ ഒരിക്കലും മിസ് ചെയ്തേക്കരുത്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഇനി ചായ കുടിക്കാൻ പൈസ ഇല്ലെങ്കിൽ മാംഗോ മെഡോസിന്റെ തീമാറ്റിക് ATM-ൽ നിന്ന് പൈസ എടുക്കാവുന്നതാണ്. കുട്ടൂസിനും ലുട്ടാപ്പിയും ഒക്കെ ഉള്ള തീമാറ്റിക് ATM ഒരു പൊളി കാഴ്ച തന്നെയാണ്. ഇനിയിപ്പോൾ പൈസ എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടിയും ഈ ATM-ലൊക്കെ കയറി ഈ ATM-ന്റെ വൈബൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട കാഴ്ച ഇത് ഈ അക്വേറിയമാണ്. ചെറിയൊരു സെറ്റപ്പാണ്. ഫ്രീ എൻട്രി ആയതുകൊണ്ട് വെറുതെ ഈ മീനുകളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് പോകാവുന്നതാണ്. എങ്കിലും കുറച്ചുകൂടി വെറൈറ്റി ഫിഷ് ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടെ പലതരത്തിലുള്ള പ്ലാന്റ്സിനെ കുറിച്ചും ഫ്രൂട്ട്സിനെ കുറിച്ചും ഒക്കെ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി QR കോഡ് സ്കാനിങ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ ഈ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കി പോകാവുന്നതാണ്. അതേപോലെ തന്നെ എല്ലായിടത്തും പോകുന്നതിനുള്ള സൈൻ ബോർഡൊക്കെ എല്ലാ വഴിയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗൈഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തനിയെ നടന്ന് കാണാവുന്നതാണ്. ഈ പാർക്കിന്റെ സെൻട്രലായിട്ട് മാംഗോ മെഡോസിന്റെ ഹൈലൈറ്റായ മീനൂട്ട് പാലം കാണാവുന്നതാണ്. ₹1 നാണയം വെട്ടിയെടുത്ത ഷീറ്റിൽ നിന്നും ബാക്കിയായ ഭാഗം ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കിട്ടിലം കാഴ്ചയാണ്. ഈ പാലത്തിൽ കൂടി നടന്നു എന്ന് ഈ പാലത്തിന്റെ എൻഡിങ് ലോഞ്ചിൽ വെച്ച് മീനൂട്ട് നടത്താവുന്നതാണ്. മീൻ തീറ്റ എല്ലാം ഗൈഡ് നമുക്ക് നൽകുകയും ചെയ്യും. തീറ്റ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മീനുകളെല്ലാം കൂടി ആവേശത്തോടെ വന്ന് തീറ്റയ്ക്ക് വേണ്ടി തിമിർത്ത് വിളയാടുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മീനുകളുടെ വിശപ്പും മാറും, അതേപോലെ തന്നെ നമുക്കൊരു പുണ്യപ്രവൃത്തിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഫിഷ് ഫീഡിങ്ങിനായിട്ട് ഈ മീനൂട്ട് പാലത്തിൽ നല്ല തിരക്കുമാണ്. ഈ മീനൂട്ട് പാലത്തിൽ നിന്ന് നോക്കിയാൽ ബോട്ടിംഗ് പോയിന്റ് ഒക്കെ കാണാവുന്നതാണ്. മീനൂട്ടുന്ന ഈ ചെറിയ തടാകത്തിൽ തന്നെയാണ് ബോട്ടിംഗ് ഉള്ളത്. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. പെഡൽ ബോട്ടിംഗ് നമ്മുടെ എൻട്രി ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ വേറെ അധികം പൈസയൊന്നും മുടക്കാതെ തന്നെ ഇവിടെ ബോട്ടിംഗ് ചെയ്യാൻ സാധിക്കും.
അതേപോലെ തന്നെ ഈ പെഡൽ ബോട്ടിംഗ് പോയിന്റിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുട്ടവഞ്ചി സവാരിയും ചെയ്യാൻ കഴിയും. മിനിമം 2 പേരെങ്കിലും ഒന്നിച്ച് വന്നാലേ ഇവിടെ കുട്ടവഞ്ചി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബോട്ടിംഗ് ഫ്രീ ആയതുകൊണ്ട് തന്നെ പെഡൽ ബോട്ടിംഗ് ചെയ്യാൻ നല്ല തിരക്കുമാണ്. ദിവസത്തിൽ പോലും നല്ല തിരക്കാണ്. അപ്പോൾ പിന്നെ ശനിയും ഞായറും ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും മാംഗോ മെഡോസിൻ്റെ ഒരു ട്രെൻഡിങ് റൈഡുകളിൽ ഒന്ന് തന്നെയാണ് പെഡൽ ബോട്ടിംഗ്. ഇനി പെഡൽ ബോട്ടിങ്ങും കുട്ടവഞ്ചിയും ഒന്നും താല്പര്യമില്ലാത്തവർക്ക് ഷിക്കാര റൈഡ് സർവീസും ഇവിടെയുണ്ട്. ഈ ഷിക്കാര ബോട്ട് റൈഡിന് 100 രൂപ എക്സ്ട്രാ നൽകേണ്ടതായിട്ട് വരും. 100 രൂപ എക്സ്ട്രാ മുടക്കി റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഷിക്കാര റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഈ കുളത്തിന്റെ നടുവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവപ്രതിമയാണ് മാംഗോ മെഡോസിലെ വേറൊരു പ്രധാനപ്പെട്ട ആകർഷണം. കുളത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പടവുകളിലൂടെ നമുക്ക് ശിവപ്രതിമയ്ക്ക് ചുറ്റും വട്ടം വെക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഈ പടവുകളൊക്കെ വെള്ളത്തിന്റെ അടിയിൽ നിന്നും പണിതുയർത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ പേടിക്കാതെ നമുക്ക് ഈ പടവുകളിലൂടെയൊക്കെ നടന്ന് ഈ ശിവപ്രതിമയെ ആസ്വദിക്കുകയും ഈ കുളത്തിലെ മീനുകളുടെ സൗന്ദര്യം കാണുകയൊക്കെ ചെയ്യാവുന്നതാണ്. ബോട്ടിംഗ് കൂടാതെ സൈക്ലിംഗ് നമുക്ക് മെഡോസിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡാണ്. ഇവിടെ വന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് പോയിട്ട് ചവിട്ടി തിമിർക്കാവുന്നതാണ്. എന്നാൽ സൈക്കിളും ഗോകാർട്ടും ഒക്കെ ട്രൈ ചെയ്യുന്നതിന് അരമണിക്കൂർ മാത്രമാണ് സമയം. ഇത് എൻട്രി ടിക്കറ്റ് ഉൾപ്പെടുന്നതാണെങ്കിലും 100 രൂപ അഡ്വാൻസ് ആയിട്ട് നമുക്ക് നൽകേണ്ടി വരും. അരമണിക്കൂർ മുമ്പ് സൈക്കിൾ ചവിട്ടിയിട്ട് തിരികെ കൊണ്ട് കൊടുത്താൽ 100 രൂപ തിരികെ ലഭിക്കുന്നതായിരിക്കും. അരമണിക്കൂർ കഴിഞ്ഞാൽ ഓരോ അരമണിക്കൂറിന് 50 രൂപ എക്സ്ട്രാ നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ സമയം നോക്കി സൈക്കിൾ കൊണ്ട് അർമാദിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ചായക്കട പോലെ തന്നെ നൊസ്റ്റാൾജിക് വൈബ് നൽകാനായിട്ട് ഒരു ചക്രപ്പുരയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചക്രപ്പുരയിൽ നിന്ന് തേരേറ്റ് പാട്ടൊക്കെ എപ്പോഴും കേൾക്കാൻ സാധിക്കും. ചക്രം ചവിട്ടുമ്പോൾ പാദരക്ഷ ഉപയോഗിക്കുന്ന നിർദ്ദേശമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൂർവികരുടെ ഓർമ്മപ്പെടുത്തലിനായിട്ട് സ്ഥാപിച്ചതാണെങ്കിലും പുതിയ ജനറേഷൻ പിള്ളേർ ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ലായിരുന്നു. എങ്കിൽ പോലും ഈ നൊസ്റ്റാൾജിക് തീം ഇവിടെ സെറ്റ് ചെയ്തതിന് മാംഗോ മെഡോസ് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പാർക്കൊക്കെ കണ്ട് നടന്ന് മടുത്തു കഴിയുമ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾ വല്ലതും നിർവഹിക്കണമെങ്കിൽ ഇവിടെ പബ്ലിക് ടോയ്ലറ്റുകളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിവിധ പാക്കേജുകളൊക്കെ എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിവിധ തീമുകളിലുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റികളും കൊടുത്തിട്ടുണ്ട്. കേവ് കോട്ടേജും ഏറുമാടം കോട്ടേജും ഒക്കെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൂടാതെ ഇവിടെ റൂം എടുത്തിരിക്കുന്നവർക്ക് എക്സ്ക്ലൂസീവായിട്ട് മാംഗോ പൂൾ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ 100 രൂപ മുടക്കാൻ അല്ലാത്തവർക്ക് ഉപയോഗിക്കാവുന്നതാണ് മെഡോ സ്റ്റാഫ് പറഞ്ഞത്. പൂൾ വഴി പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് എക്സ്ട്രാ 100 രൂപ കൂടെ മുടക്കി പൂളിൽ അറമാദിക്കാവുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു വാലന്റൈൻസ് ഗാർഡൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഇരിപ്പിടങ്ങളും ഒക്കെ ഇവിടെ കാണാം. എന്നാൽ മാംഗോ മെഡോസിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ മൊത്തം പ്രണയിക്കുന്നവരുടെ തിരക്ക് തന്നെയാണ്. അതുകൂടാതെ മാംഗോ മെഡോസിൽ മൊത്തം പ്രണയ ആംബിയൻസുമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു പ്രണയിക്കുന്നവരുടെ ഈ വാലന്റൈൻസ് കോർണറിൽ മാത്രം പ്രണയിനികളെ കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും ഈ വാലന്റൈൻസ് തീമും അടിപൊളിയായിരുന്നു. നടന്ന് ദാഹിച്ച് വലഞ്ഞു വന്നാലേ കുടിക്കാനായിട്ട് ഇളനീർ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും നല്ല തിരക്കായിരുന്നു. നല്ല നാടൻ കരിക്ക് വിൽക്കുന്ന ഈ പന്തലിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ടോഡി ഷോപ്പും ഉണ്ടായിരുന്നു. കപ്പയും മീൻകറിയും ഒക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കോവിഡ് സമയത്ത് പൂട്ടിയതിന് ശേഷം തുറന്നിട്ടില്ല എന്നാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത്. എന്തായാലും ടോഡി ഷോപ്പ് തീമും കിട്ടില്ലനായിരുന്നു. മാംഗോ മെഡോസിലെ വേറൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ കയറും തഴപ്പായയും കുട്ടയും ചട്ടിയും ഒക്കെ നിർമ്മിക്കുന്ന ഒരു സെഷനായിരുന്നു. കയറുപിരി യന്ത്രമൊക്കെ ഉപയോഗിച്ച് ഈ ചേച്ചി കയറ് പിരിക്കുന്നത് കാണുന്നതിൻ്റെ നല്ലൊരു കാഴ്ചയായിരുന്നു. പുതിയ തലമുറ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഈ കയറുപിരി യൂണിറ്റിൻ്റെ അടുത്ത് തന്നെ പോട്ട് മേക്കിംഗ് യൂണിറ്റും ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കുട നിർമ്മിക്കുന്നതിനുള്ള സ്കില്ലൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇത് പെയ്ഡാണ്. താല്പര്യമുള്ളവർക്ക് എക്സ്ട്രാ പണമൊക്കെ മുടക്കി ഈ കുട നിർമ്മാണം എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പുതിയ തലമുറയ്ക്ക് പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് ഒരു വെജിറ്റബിൾ ഗാർഡനും ഒക്കെ മാംഗോ മെഡോസിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നടുവിലൂടെയുള്ള വഴിയിലൂടെയൊക്കെ കളിച്ച് തിമിർക്കുന്ന കുട്ടികൾ പച്ചക്കറി ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലായിരുന്നു. 30 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഈ മാംഗോ മെഡോസിൽ 4500-ലധികം സ്പീഷീസിലുള്ള പ്ലാന്റ്സും ട്രീസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ മാംഗോ മെഡോസ് ഒരു വെറൈറ്റി സ്പോട്ട് തന്നെയാണ്. ഈ ജൈവ വൈവിധ്യവും കാർഷിക സംവിധാനമൊക്കെ മാറ്റി നിർത്തി നോക്കിയാലും പുതിയ തലമുറയ്ക്കായിട്ട് ഒരുപാട് ചിമിട്ടൻ നൊസ്റ്റാൾജിക് ഫോട്ടോ പോയിന്റുകളും മാംഗോ മെഡോസ് ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പരശുരാമൻ്റെ പ്രതിമയും വിവിധ സ്തൂപങ്ങളും പഴയ സർപ്പക്കാവിൻ്റെ തീമും ഒക്കെ മാംഗോ മെഡോസ് പഴമയുടെ പവിത്രത ഉയർത്തിക്കാട്ടുന്നതിനടുത്ത് സ്പെഷ്യൽ ഇനീഷ്യേറ്റീവ്സ് തന്നെയാണ്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ തീമിലുള്ള പല തരത്തിലുള്ള സെറ്റപ്പുകൾ ഇവിടെ പലയിടത്തായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മരത്തിന് ചുറ്റുമുള്ള കൈവിരലുകളുടെ കാഴ്ചയും ഒരു വെറൈറ്റി സംഭവം തന്നെയായിരുന്നു. മാംഗോ മെഡോസിൻ്റെ ആകാശ കാഴ്ചകൾ ആസ്വദിക്കാൻ ഒരു വാച്ച് ടവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചയും മനോഹരമായിരുന്നു.
മൊത്തത്തിൽ പറഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ടൺ കണക്കിന് ഫൺ നൽകുന്ന കിടിലൻ റൈഡുകളൊക്കെ അടങ്ങുന്ന വണ്ടർലായുമായിട്ടോ സിൽവർ സ്റ്റോമുമായിട്ടോ ഒന്നും മാംഗോ മെഡോസിനെ കമ്പയർ ചെയ്യരുത്. എന്നാൽ നമ്മുടെ പഴമയും ഗ്രഹാതുരത്വവും കാർഷിക അവബോധവും എല്ലാം പുതിയ കാലഘട്ടത്തിലെ തലമുറയുടെ അഭിരുചികളോട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു തീമാറ്റിക് എക്സ്പീരിയൻസ് ആയി മാംഗോ മെഡോസിനെ കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു അനുഭവമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.